ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണിയും. ദശകം 45. ബാലലീല. രാമനോടു ചേർന്നു കൃഷ്ണൻ മുട്ടുകുത്തി നടക്കവേ രമണീയമായി തീർത്തിതാ പ്രദേശങ്ങൾ. തളയുടെ ശബ്ദം കേൾക്കാൻ കാലടികൾ ഇളക്കിട്ടു തെരുതെരെ ചന്തത്തോടെ മുട്ടുകുത്തിനാൻ. മന്ദഹാസം പൊഴിക്കുമ്പോൾ തെളിയുന്നു പല്ലുകളും മുഖത്തേക്കു പാറി വീണ് തലമുടിയും. താമരയ്ക്കു സമമായ കാലടികൾ തളവള കാണികൾക്കു ആകർഷണമായി ഉണ്ണികൾ. കൗതുകത്തോടോടി ചെന്നു പിടിക്കുവാൻ നോക്കും നേരം കുസൃതികൾ രണ്ടുപേരും കുതിച്ചു പായും. വാസുദേവാനിങ്ങളുടെ പൊട്ടിച്ചിരി കണ്ടിടുമ്പോൾ വാസ്തവത്തിൽ ഗോപജനം മിഴിച്ചു നിൽക്കും. കുതിച്ചു പായുന്ന നേരം തടഞ്ഞു വീഴുന്നിടയ്ക്ക് ദേഹമാകെ അഴുക്കുമായി പിടഞ്ഞെണീക്കും. അഴുക്കു പറ്റാത്ത മുനി ജനങ്ങൾ വന്ദിച്ചിടുന്ന ഉണ്ണികളെ അമ്മമാരോ വാരി പുണരും. സ്ഥാനങ്ങൾ ചൂരത്തിടവേ ഭാഗ്യവതിയം യശോദ ഉണ്ണിയെ വാരിയെടുത്തു മുല നൽകിയിടും. കപട ബാലകനാകും അവിടുത്തെ മുഖം നോക്കി അവിടുത്തെ അമ്മയേറെ ആനന്ദം കൊണ്ടു. അന്നോ തുടങ്ങി കണ്ണൻ കളിച്ചു മാതിച്ചിടുമ്പോൾ ഗോപജനം ഒന്നടങ്കം കൗതുകം പൂണ്ടു. തത്തകളെ, പൂച്ചകളെ, പശുവിൻ്റെ കുട്ടികളെ പിടിക്കുമ്പോൾ ഗോപജനം തടഞ്ഞു നിർത്തും. മുരാരിയം ഭഗവാനോ ബലരാമനൊത്തു ചേർന്നു ചെന്നെത്തുന്ന സ്ഥലത്തെല്ലാം ഗോപികാവൃന്ദം. വീട്ടുവേല മറക്കുന്നു, മക്കളെയും മറക്കുന്നു, ചന്താമരാക്ഷനിൽ ലയിച്ചവശകളായി. പുതുവെണ്ണ നൽകിയിടുമ്പോൾ ഗോപികൾക്കു മുന്നിൽ നിന്നു പുരുഷോത്തമനം ദേവൻ നൃത്തമാടിയിടും. ആയർ പെൺകൾ നൽകിയിടുന്ന നെയ്യോ കഴിച്ചിടും നേരം കാച്ചിയ ചൂടുള്ള പാലും മുത്തിക്കുടിക്കും. ധീരനാമ്പലിതൻ മുന്നിൽ മണ്ണു യാചിച്ചൊരു ദേവാ ഗോപികൾക്കു മുന്നിലങ്ങു കൈനീട്ടിയില്ല. അതിനാലാണോ കണ്ണാനി വിദഗ്ധനം കള്ളനെ പോൽ നെയ്യും പാലും തൈരുമെല്ലാം കവർച്ച ചെയ്തു. കവർച്ചകൾ കൂടിയിട്ടും ഗോപീജന ഹൃത്തടത്തിൽ ദ്വേഷമില്ല, താപമില്ല, പേടിയുമില്ല. ഗോപീജന ഹൃദയവും കവർന്നോരൻ ഗോപബാല അടിയന്റെ രോഗങ്ങളും കവർന്നെടുക്കൂ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.